ഞാനത് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 500 രൂപ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പെറ്റി വന്നതായിട്ട് കാണിക്കുന്നു. ഈ ചെല്ലാൻ മെഷീൻ അടിച്ച് പരിശോധിക്കുമ്പോൾ അവർക്ക് ഒരു ഓഫൻസ് പോലും പെറ്റി കൊടുത്ത് കാണുന്നില്ല. അവർക്ക് വന്ന മെസ്സേജുകൾ പരിശോധിച്ചപ്പോൾ അത് വ്യാജമായിട്ടുള്ള ഈ ചെല്ലാൻ്റെ മെസ്സേജുകളാണെന്ന് എനിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സൈബർ തട്ടിപ്പെന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ എൻ്റെ അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ATM കാർഡ് ഉപയോഗിച്ച് അടയ്ക്കണമെന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. വലിയൊരു തട്ടിപ്പിലേക്കാണ് ചെന്നെത്തുക. നമസ്കാരം. ട്രാഫിക് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും പേരിൽ നൂതന തട്ടിപ്പ് രീതിയുമായി ഓൺലൈൻ സംഘങ്ങൾ. ഈ ചെല്ലാൻ ഡിജിറ്റൽ ട്രാഫിക് ട്രാൻസ്പോർട്ട് എൻഫോഴ്സ്മെന്റ് സൊല്യൂഷൻ എന്ന തലക്കെട്ടിൽ ട്രാഫിക് നിയമലംഘനം നടത്തിയതായി കാണിച്ച് വാഹന ഉടമകളുടെ മൊബൈലുകളിലേക്ക് ഒരു ലിങ്കിൽ നിന്നും സന്ദേശം അയക്കുകയാണ് തട്ടിപ്പ് സംഘത്തിന്റെ രീതി. പരിവാഹൻ വഴി പണം അടയ്ക്കുന്നതിന് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ, അതുമല്ലെങ്കിൽ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ നേരിട്ടുമാണ് പിഴത്തുക അടയ്ക്കേണ്ടത്. എന്നാൽ തട്ടിപ്പ് തിരിച്ചറിയാതെ തട്ടിപ്പ് സംഘം അയച്ചു നൽകുന്ന ലിങ്ക് ഓപ്പൺ ആക്കുന്ന വാഹന ഉടമയോട് ATM കാർഡ് വഴി ഫൈൻ അടയ്ക്കാൻ സംഘം ആവശ്യപ്പെടും. ഇതിന് തയ്യാറാവുന്ന വാഹന ഉടമയോട് ATM കാർഡിന് പിൻവശത്തെ രഹസ്യ നമ്പർ കൂടി ആവശ്യപ്പെടും. ഇതോടെ അക്കൗണ്ടിൽ കിടക്കുന്ന മുഴുവൻ പണവും നഷ്ടമാകും. ഇത്തരത്തിൽ വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ കുറ്റൂർ തെങ്കേലി സ്വദേശിയും ഇൻഷുറൻസ് ഏജന്റുമായ സുരേഷ് കുമാറിന് തന്റെ ഉടമസ്ഥതയിൽ KL 27 K 5301 രജിസ്റ്റർ നമ്പറിലുള്ള ബൈക്ക് നിയമലംഘനം നടത്തിയതായി കാണിച്ച് 500 രൂപയുടെ ചെല്ലാൻ കിട്ടി. ഇതേ തുടർന്ന് സുരേഷ് കുമാർ തിരുവല്ല ട്രാഫിക് SI MG അനിരുദ്ധനെ ഫോണിൽ ബന്ധപ്പെട്ടു. ട്രാഫിക് SI ആവശ്യപ്പെട്ട പ്രകാരം മൊബൈലിലേക്ക് വന്ന മെസ്സേജ് സുരേഷ് കുമാർ അയച്ചു നൽകി. ഇത് പരിശോധിച്ചതോടെയാണ് തട്ടിപ്പാണെന്ന് ഉറപ്പിച്ചത്. ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോട് അടുപ്പിച്ച് കുറ്റൂർ മാമ്മൂട്ടിപ്പള്ളിയുടെ അവിടുന്ന്, തലയാർ റോഡിൽ നിന്ന് കുറ്റൂർ മാമ്മൂട്ടിപ്പള്ളിയുടെ അവിടുന്ന് ആറാട്ടുകടയിലോട്ട് പോകുന്ന റൂട്ടിൽ ഞാൻ ഇരുചക്ര വാഹനത്തെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ അത് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 500 രൂപ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പെറ്റി വന്നതായിട്ട് കാണിക്കുന്നു. അന്നേരം തന്നെ എനിക്ക് സംശയം തോന്നി. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ട്രാഫിക് SIയെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം എന്നോട് പറഞ്ഞ് ആ ചെല്ലാൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് തട്ടിപ്പാണ്, നിരവധി പേരെ ഈ ഒരാഴ്ചക്കുള്ളിൽ എന്നെ വിളിച്ചിട്ടുണ്ട്, ഈ പൈസ അടയ്ക്കാൻ ശ്രമിക്കല്ലേ, നിങ്ങളുടെ പൈസ പോവും, അതുകൊണ്ട് ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇങ്ങനെ എനിക്ക് പറ്റില്ല. പക്ഷേ ഈ സൈബർ തട്ടിപ്പെന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ എൻ്റെ അനുഭവം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയൊക്കെ സെയിം മോട്ടോർ വാഹന വകുപ്പിൻ്റെയും അല്ലെങ്കിൽ പോലീസിൻ്റെയും അതേ ഇതിൽ തന്നെയാണ് ഈ മെസ്സേജ് വരുന്നത്. മനുഷ്യൻ വിശ്വസിച്ച് ഇത് പൈസ അടയ്ക്കുകയും ചെയ്യും, പൈസ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം വ്യാജ മെസ്സേജ് ലഭിച്ച 15ഓളം പേർ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നതായി ട്രാഫിക് SI പറഞ്ഞു. ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ പുതിയ തട്ടിപ്പ് രീതിയാണ് ഇതെന്നും ഇത്തരത്തിൽ മെസ്സേജുകൾ തുറക്കാൻ ശ്രമിക്കരുതെന്നും ട്രാഫിക് SI മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ട്രാഫിക് യൂണിറ്റിൽ ഫൈൻ അടയ്ക്കുന്നതിനായിട്ട് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ അവരുടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ ഈ ചെല്ലാൻ മെഷീൻ അടിച്ച് പരിശോധിക്കുമ്പോൾ അവർക്ക് ഒരു ഓഫൻസ് പോലും പെറ്റി കൊടുത്ത് കാണുന്നില്ല. അപ്പോൾ അത് ലിങ്ക് ഞാനത് അവർക്ക് വന്ന മെസ്സേജുകൾ പരിശോധിച്ചപ്പോൾ അത് വ്യാജമായിട്ടുള്ള ഈ ചെല്ലാൻ്റെ മെസ്സേജുകളാണെന്ന് എനിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അവരോട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി ചോദിച്ചപ്പോൾ അവർ ലിങ്കിൽ കയറി ഈ ATM കാർഡ് ഉപയോഗിച്ച് അടയ്ക്കണമെന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് രഹസ്യ നമ്പർ അതിനകത്ത് ലൈനിലേക്ക് കയറി കഴിഞ്ഞാൽ രഹസ്യ നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൺലൈൻ വലിയൊരു തട്ടിപ്പിലേക്കാണ് ചെന്നെത്തുക. ഒരു കാരണവശാലും നിങ്ങൾ ഈ ചെല്ലാൻ കേരള പോലീസിൻ്റെ വരികയാണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള നമ്പറുണ്ട്. അത് നിങ്ങൾ ഒന്നിൽ ട്രാഫിക് യൂണിറ്റ് വന്ന് അടയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ സെൻറ്റർ വഴികൾ മാത്രം അടയ്ക്കാവുള്ളൂ. നിങ്ങൾ നേരിട്ട് ഒരു കാരണവശാലും ATM കാർഡ് ഉപയോഗിച്ച് ഈ പെറ്റി അടയ്ക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്കുള്ളിൽ കുറേ ആളുകൾക്ക് ഇതേ കണക്കുള്ള മെസ്സേജുകൾ വന്ന് അവരെന്നെ സമീപിച്ചുകൊണ്ടാണ് ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഒരു കാരണവശാലും ഇല്ലെങ്കിൽ ആരും കയറി പണം അടയ്ക്കാൻ തയ്യാറാവരുത് എന്ന് മാത്രം പ്രതികരിക്കുന്നു.